ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. ഞാൻ ബാംഗ്ലൂർ സത്യസായി ഹോസ്പിറ്റലിലേക്ക് പോകാണ് ട്ടോ. അവിടുന്ന് ഓൾറെഡി അതിന് ട്രീറ്റ്മെൻറ്റ് നാട്ടിലേക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഴ്ചയിൽ 75,000 രൂപേൻ്റെ അടുത്ത് ഹാർട്ടിൻ്റെ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്. ഡോക്ടറോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നതാണ് ട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരേ ഓട്ടത്തിലാണ്. മോൻക്ക് മംസ് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇൻഫെക്ഷനായിട്ട് നല്ല തലവേദനയും ഫീവറായി ഹോസ്പിറ്റലായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ബെറ്ററാണ്. പിന്നെ ഇക്കാക്ക് ഒരുപാടായി ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടായിരുന്നു. സൈനസൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറയാത്തതുകൊണ്ട് ബ്രെയിനിൻ്റെ ഒരു CT സ്കാൻ എടുത്തു. അതിൽ ബ്രെയിനിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് MRI എടുക്കാൻ പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. ഏകദേശം 6.7 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഒരു സിസ്റ്റിക് ലീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നാട്ടിൽ വന്നിട്ട് ന്യൂറോ സർജനെ കാണിക്കണം. പിന്നെ ഞാൻ വൈദ്യരുടെ അടുത്ത് പോയതിന് കുറേ ആൾ വിമർശിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. റിസൾട്ട് എന്താവുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു. ഞാൻ ആരോടും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയില്ല. നമ്മൾ അവിടെ പോയപ്പോൾ 4th സ്റ്റേജ് ക്യാൻസറുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലിനും ഒഴിവാക്കിയിട്ട് അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ 6 മന്തായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇപ്പോൾ ബെറ്റർ ആണെന്ന്. അങ്ങനെ കുറേ പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചപ്പോഴുള്ള എൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ പറയാം. എനിക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് സർക്കോമ ഉള്ളതുകൊണ്ട് ഈ പീരീഡ്സ് ആവുന്ന ടൈമിൽ പെയിനും കൂടുതലായിരിക്കും. അത് മാത്രമല്ല ഈ പീരീഡ്സ് ആവുമ്പോൾ ഇതിൻ്റെ സ്പ്രെഡിങ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കീമോയും ഹോർമോണൽ തെറാപ്പിയും ഒക്കെ എനിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആയുർവേദ മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും ബ്ലീഡിങ്ങും നീരൊക്കെ വന്നു. അങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനുഭവം. പലർക്കും പല അനുഭവങ്ങളല്ലേ. എത്ര പേർക്ക് ഇംഗ്ലീഷ് മെഡിസിനിൽ ക്യാൻസർ മാറിയിട്ടുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കുമല്ലോ. ഞാൻ 1 മാസത്തെ മെഡിസിനാണ് അവിടുന്ന് വാങ്ങിയത്. എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പൊട്ടിക്കാത്ത മെഡിസിൻസ് അവിടെ റിട്ടേൺ കൊടുക്കും. ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരുപാട് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഒരു കമന്റ് കണ്ടു. കണ്ടപ്പോൾ അതൊന്ന് പറഞ്ഞ് ക്ലിയർ ആക്കണമെന്ന് കരുതിട്ടോ. ജസ്റ്റ് ഞാൻ പോയിട്ടുള്ളൊരു അനുഭവം, അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം, അവിടെ കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയാന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടതന്നേ ഉള്ളൂ കേട്ടോ. എന്നോട് പല ആൾക്കാരും പല ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കേൾക്കാനേ പറ്റുള്ളൂ. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല നമുക്ക് ആരെന്ത് അഡ്വൈസ് തരുന്നുണ്ടെങ്കിലും നമുക്കത് ജസ്റ്റ് കേൾക്കാം. ബട്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇൻക്ലൂഡ് മീ ഇൻ യുവർ ദുആ. താങ്ക് യു.